ഭർത്താവ് കുടുംബവും കുട്ടികളെയൊക്കെ നന്നായി നോക്കുന്ന ആളാണ്. പക്ഷെ പുകവലിക്കുന്ന ആളാണ്. പുകവലി ഇവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാകുന്ന കാര്യമാണ്. ചില പാനീയങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ 2-3 തവണയൊക്കെ ഉപദേശിച്ചു, അപ്പോൾ ഒഴിവാക്കുന്നു. പക്ഷെ പിന്നെ ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമാണ് കാണുന്നത്. എന്നാൽ ഇപ്പോൾ ഉപദേശിച്ചിട്ടൊന്നൊരു കൂസാത്ത ഒരു പ്രകൃതത്തിലാണ് ഇപ്പോൾ അയാളുള്ളത്. ഫജ്ർ നമസ്കാരത്തിന് എണീറ്റാൽ ചിലപ്പോൾ നല്ല മിക്കപ്പോഴും നമസ്കരിക്കാറില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പയോടൊക്കെ സംസാരിച്ച സമയത്ത് പിന്നീട് ദേഷ്യം കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവർ പറയണത്, ഇദ്ദേഹം പറയുന്ന വാക്കുതാണ്, മരിച്ചാലും ഞാൻ പൊറുക്കൂല എന്ന് ഭർത്താവ് എപ്പോഴും ആവർത്തിച്ച് സംസാരിക്കുന്നു. ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്. എന്താ പറയുക, ഈ പുകവലി പോലുള്ള സംഗതികളൊക്കെ ഉള്ള ഒരാളെ കൂടെ ഒരു ഭാര്യയ്ക്ക് മുന്നോട്ട് പോകൽ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളാരും പുകവലിക്കാത്ത ഒരാളും ഒരു പുകവലിയുടെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ആ സ്മെല്ല് വരും, അടുത്ത് പെരുമാറുമ്പോൾ വരും. ഒരു ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര അടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ രാവിലെ വരെ എന്ത് ചെയ്യണം, ഈ ദുർഗന്ധവും സഹിച്ച് ജീവിക്കണം. ഇതൊക്കെ ഒരു വലിയൊരു ക്രൂരതയല്ലേ അത്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും ലിക്വിഡൊക്കെ ഉണ്ട്, പാനീയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ലഹരിയുമായി ബന്ധമുള്ള കാര്യങ്ങളാണോ എന്ന് സ്വാഭാവികമായും അതിന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം. അപ്പം അധിക പുരുഷന്മാർക്കും സംഭവിക്കണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരത്ത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ ഉണ്ടാകുമ്പോഴും ഭാര്യമാരെന്ത് ചെയ്യും, 1-2 അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇനി ശരിയാവില്ല വിചാരിച്ച് അവരെ കൂടെ സഹകരിക്കും. അപ്പം എന്ത് ഞാൻ ചെയ്താലും ഇവൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്നൊരു തോന്നൽ പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ദുശീലങ്ങളൊക്കെ ഉള്ള പുരുഷന്മാർക്കുണ്ട്. ഇവൾക്ക് വേറെ നിവർത്തില്ല, ഇവളിനി ഒന്നും ചെയ്യില്ല, ആ ഒരു തോന്നലിൽ നിന്നാണ് എന്ത് ചെയ്യണത്. അതല്ലെങ്കിൽ ഒരു സ്മോക്ക് ചെയ്യുന്ന ആളോടൊക്കെ ഭാര്യ എന്ത് ചെയ്യാണ്, എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അപ്പം നിർത്തില്ല അയാൾ. അത് നിർത്താതിരിക്കാൻ കാരണം, ഞാൻ ഇതൊക്കെ തുടർന്നാലും, ഇത് ഈ അവിഹിതങ്ങളും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിലും അതൊക്കെ എനിക്കുണ്ട് എന്ന് അറിഞ്ഞാലും ഇവളിവിടെ നിലനിൽക്കും എന്നതാണ്. അപ്പം നമ്മൾ എന്തിനാ, സ്ത്രീകൾ എന്ത് ചെയ്യണം, ഒന്ന് സ്റ്റേണായിട്ട് ആ വിഷയങ്ങളിലൊക്കെ ഒരു സ്റ്റാൻഡ് എടുക്കണം. അതിൻ്റെ അർത്ഥം ഇറങ്ങിപ്പോകണമെന്നോ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തുറന്നു പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് അയാളെ ബോധ്യപ്പെടുത്തുമ്പോൾ മാത്രമേ അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അത് ഇനി പല കാര്യങ്ങളിലേക്ക് അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. അയാൾ പൂർണ്ണമായും പുറകോട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇത്തരം ചില തീരുമാനങ്ങൾ ഉണ്ടാക്കണം എന്ന നിലക്ക് സ്ത്രീകൾ നീങ്ങുമ്പോൾ മാത്രമേ പുരുഷന്മാർ ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.